ആർസണലായ സീസ് ഫാബ്രിക്കാസ് നിലവിൽ ഇറ്റാലിയൻ സീരി ബി ലീഗിൽ കോമ എന്ന ക്ലബിൽ മാനേജറായ ഒസിയൻ റോബർട്സിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ വെച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദ കോച്ചസ് വോയിസ് എന്ന ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ താൻ കോച്ചായി കഴിഞ്ഞാൽ എത്തരത്തിലൊരു ടാക്ടിക്സ് ആയിരിക്കും മുമ്പോട്ട് വയ്ക്കുകയെന്ന് വിവരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഈ ഫോർമേഷനും ടാക്ടിക്സുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് സ്റ്റെപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂടുതൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമുകളായ ആർസണൽ, ചെൽസി, ബാഴ്സലോണ അടക്കമുള്ള ക്ലബ്ബുകളിൽ പ്ലെയറായി കളിച്ചിട്ടുള്ള ഫാബ്രിക്കാസ് ലെജൻഡറി കോച്ചായ ആർസണൽ വെങ്കർ അടക്കം അന്റോണിയോ കോണ്ടെ, ജോസെ മരിഞ്ഞോ, സാറി തുടങ്ങിയ കോച്ചുമാരുടെ സിസ്റ്റത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് ഫാബ്രിക്കാസും ഒരു പൊസിഷൻ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന കോച്ചാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഫാബ്രിക്കാസ് എക്സ്പ്ലെയിൻ ചെയ്ത വളരെ ഇൻട്രസ്റ്റും യുണീക്കുമായ ആ ടാക്ടിക്സിലേക്ക് വന്നാൽ, ഫാബ്രിക്കാസ് പൊസിഷൻ ഫുട്ബോൾ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും വളരെ ഡിഫറൻ്റായ 2 ഡ്രോപ്പിംഗ് സ്ട്രൈക്കേഴ്സിനെ വെച്ചുകൊണ്ടുള്ള 4-2-2-2 എന്ന സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഫുട്ബോൾ കളിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഫാബ്രിക്കാസിന്റെ ഈ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടുള്ള ബിൽഡപ്പ് അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ, ഡിഫൻസിൽ 4-man സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈഡ് ആയിട്ടുള്ള ബിൽഡപ്പ് ആയതുകൊണ്ട് തന്നെ ഡിഫൻസിൽ ഈ 2 സെന്റർ ബാക്കുകളും മാക്സിമം വൈഡ് ആയിട്ടായിരിക്കും നിൽക്കുക. ഇത്തരത്തിൽ സെന്റർ ബാക്ക് വൈഡായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒപ്പോണന്റ് ഹൈ പ്രസിംഗ് നടത്തുന്ന സമയങ്ങളിൽ ഡിഫൻസിൽ കൂടുതൽ പാസിംഗ് ഓപ്ഷനുകൾ കൊണ്ടുവന്ന് ബോൾ പൊസിഷൻ നിലനിർത്തുന്നതിനായി പെപ്പ് സിറ്റിയിൽ ഗോൾ കീപ്പറായ എഡിസനെ 3rd സെന്റർ ബാക്കായി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഫാബ്രിക്കാസും ഗോൾ കീപ്പറെ ഒരു 3rd സെന്റർ ബാക്കായി യൂസ് ചെയ്യുന്നു. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ സെന്റർ മിഡ്ഫീൽഡേഴ്സ് മിഡ്ഫീൽഡിൽ ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുക. എങ്കിലും സെയിം ലൈനിലായിരിക്കില്ല, ഒരു സ്റ്റാഗേർഡ് പൊസിഷനിലായിരിക്കും. അതായത് ഏത് സെന്റർ ബാക്കിന്റെ സൈഡിലാണോ ബിൽഡപ്പ് നടക്കുന്നത് ആ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ സെന്റർ മിഡ്ഫീൽഡർ ഒരു സ്റ്റാഗേർഡ് പൊസിഷനിൽ ഡിഫൻസിലേക്ക് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് നിന്നുകൊണ്ട് 2 സെന്റർ മിഡ്ഫീൽഡേഴ്സും ബോൾ പൊസിഷനിലുള്ള സെന്റർ ബാക്കും കൂടി ചേർന്ന് ഒരു ട്രയാങ്കിൾ പാസിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിലൂടെ 3rd man പാസിംഗ് നടത്തിക്കൊണ്ടാണ് മിഡ്ഫീൽഡിലും ഡിഫൻസിലുമായി ബോൾ പൊസിഷൻ നിലനിർത്തുന്നത്. ഇതേ സെയിം പാസിംഗ് രീതിയായിരിക്കും സെക്കൻഡ് സെന്റർ ബാക്കിൻ്റെയിലും ബോൾ വരുമ്പോൾ. സെന്റർ ബാക്കും സെന്റർ മിഡ്ഫീൽഡേഴ്സും അടങ്ങുന്ന ഈ 3rd man പാസിംഗ് ട്രയാങ്കിൾ സ്ട്രക്ചർ മികച്ച ട്രെയിനിങ്ങിലൂടെ വളരെ മികച്ച രീതിയിൽ ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ പറ്റുമെന്നാണ് ഫാബ്രിക്കാസ് പറയുന്നത്. ഇനിയുടെ ഡിഫൻസിലെ ഫുൾ ബാക്കിലേക്ക് വന്നാൽ ഇവരുടെ റോൾ വളരെ വ്യത്യസ്തമാണ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റും. സാധാരണ നമ്മൾ നിലവിൽ കാണുന്ന ഫുൾ ബാക്കിനെ നോക്കിയാൽ ഒന്നില്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് റൺ നടത്തുന്ന ഫുൾ ബാക്കുകളോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്കായി കളിച്ചുകൊണ്ട് മിഡ്ഫീൽഡേഴ്സിനെയോ സെന്റർ ബാക്കിനെയോ ഹെൽപ്പ് ചെയ്യുന്ന ഫുൾ ബാക്കുകളോ ആയിരിക്കും. എന്നാൽ ഫാബ്രിക്കാസിന് ഈ സിസ്റ്റത്തിൽ ഈ 2 റോളും അവർ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. കൂടാതെ ഹൊറിസോണ്ടലിലുള്ള മൂവ്മെന്റ്സിനേക്കാൾ കൂടുതൽ വെർട്ടിക്കലിയുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഫുൾ ബാക്കുകൾക്ക് കൂടുതലായി ഉണ്ടാവുക. എപ്പോൾ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ ടച്ച് ലൈനോട് ചേർന്ന് നിൽക്കണം എന്ന് സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഫുൾ ബാക്കുകൾ നടപ്പാക്കണം. ഇവിടെയും നമ്മൾ മിഡ്ഫീൽഡിൽ പറഞ്ഞ പോലെ തന്നെ സെന്റർ ബാക്കും ഫുൾ ബാക്കും സെന്റർ മിഡ്ഫീൽഡറും അടങ്ങുന്ന ട്രയാങ്കിൾ സ്ട്രക്ചറിലൂടെ 3rd man പാസിംഗ് രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഫാബ്രിക്കാസ് പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടാക്ടിക്സിലേക്ക് വരുന്നത്. അതിനുമുമ്പ് എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കളോട് നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ മികച്ച കണ്ടന്റുകളായി ഇനിയും വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തിരിച്ച് ഫാബ്രിക്കാസിന്റെ ടാക്ടിക്സിലേക്ക് വന്നാൽ, ഇവിടെ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന ഫാബ്രിക്കാസിന്റെ 4-2-2-2 എന്ന ഫോർമേഷനിലെ 2 സ്ട്രൈക്കേഴ്സും ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്ട്രൈക്കർ റോൾ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. അവർ സ്വന്തം ടീമിന്റെ വിംഗേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും ഇടയിൽ നിൽക്കുന്ന ഒരു നമ്പർ 10 റോളായിരിക്കും. അതായത് ഒപ്പോണന്റെ ഡിഫൻസീവ് ലൈനിലും അതുപോലെ ഒപ്പോണന്റെ മിഡ്ഫീൽഡേഴ്സിനും ഇടയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും ഈ 2 സ്ട്രൈക്കർമാരും ഉണ്ടാവുക. ഇവിടെ ഫാബ്രിക്കാസിന്റെ ടീം ബിൽഡപ്പ് നടത്തുന്ന സമയം ഡിഫൻസിലെയും മിഡ്ഫീൽഡിലെയും എല്ലാ പ്ലേയേഴ്സിനും മാർക്ക് ചെയ്തുകൊണ്ട് ഒപ്പോണന്റ് ഹൈ പ്രസിംഗ് നടത്തുകയാണെങ്കിൽ ഇവരെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡയറക്റ്റ് പാസ് ആയിരിക്കും ഈ നമ്പർ 10 റോളിൽ ഫ്രീ സ്പേസിൽ നിൽക്കുന്ന ഈ സ്ട്രൈക്കർമാരിലേക്ക് നൽകുക. ഇവിടെ ഒപ്പോണന്റ് ഹൈ പ്രസിംഗ് നടത്താൻ വേണ്ടിയാണ് ഫാബ്രിക്കാസിന്റെ ടീം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത്തരത്തിൽ ഹൈ പ്രസിംഗ് നടത്തുന്ന ഒപ്പോണന്റിലെ ഫോർവേഡിലെയും മിഡ്ഫീൽഡിലെയും എല്ലാ പ്ലേയേഴ്സിനും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡയറക്റ്റ് പാസ് ഈ സ്ട്രൈക്കർമാരിലേക്ക് വന്നാൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ 2 സ്ട്രൈക്കർമാരും 2 സെന്റർ മിഡ്ഫീൽഡേഴ്സും കൂടി 4:2 എന്നൊരു ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് ഒപ്പോണന്റിന്റെ 2 സെന്റർ മിഡ്ഫീൽഡേഴ്സിനുമെതിരെ ഫാബ്രിക്കാസിന്റെ ടീമിന് മിഡ്ഫീൽഡിൽ ലഭിക്കും. ഇങ്ങനെ മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ നേടിക്കൊണ്ട് ഒപ്പോണന്റ് ടീമിന്റെ ബാക്ക് ഫോറിനെതിരെ വളരെ ക്വിക്കായിട്ടൊരു ബിൽഡപ്പ് അറ്റാക്ക് മിഡ്ഫീൽഡിൽ നിന്ന് നടത്താൻ ഫാബ്രിക്കാസിന്റെ ടീമിന് സാധിക്കും. എന്നാൽ ഇവിടെ ഡിഫൻസിൽ നിന്ന് സ്ട്രൈക്കേഴ്സിലേക്ക് പാസ് നൽകി അവിടെ നിന്ന് ആരംഭിക്കുന്ന ഇത്തരത്തിലുള്ള ക്വിക്കായ ബിൽഡപ്പ് അറ്റാക്കിനെ ഒപ്പോണന്റ് ടീമിന് തങ്ങളുടെ 2 സെന്റർ ബാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് അഡ്വാൻസ് ചെയ്ത് ചെന്ന് ഈ നമ്പർ 10 റോളിൽ നിൽക്കുന്ന സ്ട്രൈക്കർമാരെ മാർക്ക് ചെയ്യുന്ന ഇവരിലേക്കുള്ള പാസിംഗ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെയാണ് തങ്ങളുടെ സ്ട്രൈക്കേഴ്സിലൂടെ നടത്തുന്ന ബിൽഡപ്പ് അറ്റാക്കിന് പുറമെയുള്ള ക്വിക്കായിട്ടൊരു ഡയറക്റ്റ് പ്ലേനെ കുറിച്ച് ഫാബ്രിക്കാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അതായത് ഈ സ്ട്രൈക്കേഴ്സിലേക്ക് പാസ് വരാതിരിക്കാനായി ഒപ്പോൺ ടീമിലെ 2 സെന്റർ ബാക്കുകളും അഡ്വാൻസ് ചെയ്തു പോയി ഈ സ്ട്രൈക്കർമാരെ മാർക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഫാബ്രിക്കാസിന് ഈ 2 സ്ട്രൈക്കർമാരെ ഉപയോഗിച്ചുകൊണ്ട് മിഡ്ഫീൽഡിലൂടെ ഒരു ബിൽഡപ്പ് നടത്താൻ പറ്റില്ല എന്നത് ശരിയാണ്. എന്നാൽ ഇവിടെ ഫാബ്രിക്കാസ് ഈ 2 സ്ട്രൈക്കർമാരെയും ഇത്തരത്തിൽ ഡ്രോപ്പ് ചെയ്ത് കളിപ്പിക്കുന്നത് കൊണ്ട് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഒപ്പോണന്റ് സെന്റർ ബാക്കുകളെ ട്രാപ്പ് ചെയ്ത് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അതായത് ഇവിടെ ഒപ്പോൺ ടീമിന്റെ സെന്റർ ബാക്കുകൾ അഡ്വാൻസ് ചെയ്ത് ഫാബ്രിക്കാസിന്റെ 2 സ്ട്രൈക്കർമാരെ പ്രസ് ചെയ്യാനും മാർക്ക് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ ഈ 2 സെന്റർ ബാക്കുകൾക്കും പുറകിലായി വലിയൊരു ഓപ്പൺ സ്പേസ് ഫാബ്രിക്കാസിന്റെ ടീമിനെ അറ്റാക്കിംഗ് നടത്താനായി തുറന്നു കിട്ടും. ഇവിടെ ഈ സമയം ഡിഫൻസിൽ നിന്ന് സ്ട്രൈക്കർമാരിലേക്ക് ബിൽഡപ്പിനായി പാസ് നൽകുന്നതിന് പകരം ഡയറക്റ്റ് ആയി ഒരു ലോങ് ബോൾ ഒപ്പോൺ ടീമിന്റെ സെന്റർ ബാക്കിന് പുറകിലായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്പേസിലേക്കായിരിക്കും ഫാബ്രിക്കാസിന്റെ ഡിഫൻസിൽ നിന്നുള്ള പ്ലേയേഴ്സ് നൽകുക. ഇത്തരത്തിൽ വരുന്ന ലോങ് ബോളിനെ 2 വിങ്ങിലായി വൈഡായി നിൽക്കുന്ന 2 വിങ്ങേഴ്സും ഇൻവേർട്ടർ റൺ നടത്തിക്കൊണ്ട് ബോൾ പിക്ക് ചെയ്ത് ഒപ്പോൺ ടീമിന്റെ ഗോൾ കീപ്പറിനെതിരെ 1-on-1 സിറ്റുവേഷൻ വരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റണ്ണുകൾക്ക് വേണ്ടിയാണ് ഈ 2 വിങ്ങേഴ്സിനെയും ടച്ച് ലൈനോട് ചേർന്ന് വൈഡായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഡയറക്റ്റ് അറ്റാക്കും ആദ്യം പറഞ്ഞ സ്ട്രൈക്കർമാരിലൂടെ നടത്തുന്ന ബിൽഡപ്പ് അറ്റാക്കുമാണ് പ്രധാനമായും ഫാബ്രിക്കാസ് പറയുന്ന 2 അറ്റാക്കിംഗ് രീതികൾ. ഈ 2 അറ്റാക്കിംഗ് രീതിയും വളരെ ഷോർട്ടായി ഒന്നുകൂടി നോക്കിക്കൊണ്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഒന്നാമതായി ഒപ്പോൺ ടീമിന്റെ സെന്റർ ബാക്കുകൾ അഡ്വാൻസ് ചെയ്ത് പോയി ഫാബ്രിക്കാസിന്റെ നമ്പർ 10 സ്ട്രൈക്കർമാരെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിഫൻസിൽ നിന്നൊരു ഡയഗണൽ ലോങ് ബോൾ ഈ സെന്റർ ബാക്കുകൾക്ക് പുറകിലായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്പേസിലേക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ഡയറക്റ്റ് പ്ലേയിലൂടെയുള്ള ഒരു ക്വിക്ക് അറ്റാക്ക്. രണ്ടാമതായി ഒപ്പോണന്റ് സെന്റർ ബാക്കുകൾ അഡ്വാൻസ് ചെയ്ത് പോയി സ്ട്രൈക്കർമാരെ പ്രസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഡിഫൻസിൽ നിന്ന് നമ്പർ 10 സ്ട്രൈക്കർമാരിലേക്ക് ഒരു ഡയറക്റ്റ് പാസ് നൽകി അവരിലൂടെയുള്ള ഒരു ബിൽഡപ്പ് അറ്റാക്കുമായിരിക്കും ഫാബ്രിക്കാസ് നടത്തുക. ഇവിടെ ഫാബ്രിക്കാസ് തന്റെ പുതിയ കോച്ചിങ് റോളിൽ അവതരിപ്പിച്ച ഈ ടാറ്റിക്സിന്റെ സ്പോർട്സ് സ്റ്റഫിലെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പേപ്പറിൽ മികച്ച രീതിയിൽ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഗ്രൗണ്ടിൽ ഇത് എത്രത്തോളം മികച്ച രീതിയിൽ നടപ്പാക്കാൻ പറ്റുമെന്ന് ഫാബ്രിക്കാസ് എന്ന മാനേജറിലൂടെ മാത്രമേ നമുക്കിത് അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇവിടെ ഒപ്പോൺ ടീമിനെ ഫാബ്രിക്കാസ് പറഞ്ഞ ബിൽഡപ്പിലും ഡയറക്റ്റ് പ്ലേയിലും സെന്റർ ബാക്കുകളെ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോകാതെ തന്നെ സെന്റർ മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്പർ 10 റോളിലേക്ക് മാറിയിട്ടുള്ള സ്ട്രൈക്കർമാരിലേക്കുള്ള പാസിംഗ് തടയാൻ സാധിക്കുന്നതാണ്. അതായത് ഒപ്പോൺ ടീമിലെ 2 സെന്റർ മിഡ്ഫീൽഡേഴ്സ് ഇത്തരത്തിൽ നമ്പർ 10 റോളിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ഫാബ്രിക്കാസിന്റെ 2 സ്ട്രൈക്കർമാരെ മാർക്ക് ചെയ്ത് കളിക്കുകയും അതുപോലെ ഫോർവേഡിലുള്ള 2 ഒപ്പോൺ ടീമിലെ സ്ട്രൈക്കേഴ്സ് ഹൈ പ്രസിംഗിലേക്ക് പോവാതെ ഫാബ്രിക്കാസിന്റെ ഡിഫൻസിൽ നിന്ന് സെന്റർ മിഡ്ഫീൽഡിലേക്കുള്ള പാസിംഗ് വരാത്ത രീതിയിൽ കവർ ചെയ്ത് കളിക്കുകയുമാണെങ്കിൽ ഫാബ്രിക്കാസിന്റെ ഈ ടാറ്റിക്സ് ഗ്രൗണ്ടിൽ അത്ര എളുപ്പം നടപ്പാവുകയില്ല. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ലോ ബ്ലോക്കിൽ കളിക്കുന്ന ടീമുകൾക്കെതിരെ അത്ര എളുപ്പം ഈ ടാറ്റിക്സ് വർക്കാവില്ല. എന്തായാലും ഫാബ്രിക്കാസിന്റെ ഈ കോച്ചിങ് കരിയർ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഈ കോമോ എന്ന ക്ലബിലൂടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ കോമോ എന്ന ക്ലബിൽ ഒസിയാൻ റോബർട്ട്സ് എന്ന സീനിയർ കോച്ച് വരുന്നതിന് മുമ്പ് ഒരു താൽക്കാലിക മാനേജറായി ചുമതലയേറ്റ ഫാബ്രിക്കാസിന്റെ കീഴിൽ കോമോ എന്ന ക്ലബ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ആർട്ടിറ്റ കമ്പനി പാട്രിക് വിയേര പോലെയുള്ള കോച്ചസ്മാരെ പോലെ പ്രീമിയർ ലീഗ് ലാൻഡായ ഫാബ്രിക്കാസും ഒരു കോച്ചിന്റെ റോളിൽ EPL തന്നെ കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.